വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റാന്റ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബനാസർ ഖാലിദ്. പെൻജാന്റെ സ്കൂൾ മാപ്പിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പം നിങ്ങൾ 8ാം ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ തീർച്ചയായും ഇപ്പോ എക്സാമിനേഷൻ റിസൾട്ട് ഒക്കെ അറിഞ്ഞ് അല്ലെ മക്കളെ, നിങ്ങൾ കുറച്ചു കുട്ടികളെ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് വളരെ വിഷമിച്ചിരിക്കുകയായിരിക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിങ്ങൾ ഇനി പഠിച്ചാലും നിങ്ങൾക്ക് ആ മാർക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾ ആ പരീക്ഷ എഴുതിയ സമയത്ത് നിങ്ങൾക്ക് ആ ഉത്തരത്തിലേക്ക് ശരിക്കും എത്താൻ സാധിക്കാത്തതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ മാർക്ക് കുറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇനി വിചാരിച്ചാലും നമ്മളെ കൊണ്ട് ആ കടമ്പ അല്ലെങ്കിൽ ആ ഒരു പരീക്ഷ പാസ്സാകാൻ സാധിക്കുന്നതാണ്. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യാം മക്കളെ, നിങ്ങൾ ഇന്ന് മുതൽ പഠിച്ചാലും നിങ്ങൾ തീർച്ചയായും ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം എന്താ മക്കളെ, നിങ്ങളും മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ ക്ലാസ്സിൽ ഇരുന്ന് ഇതൊക്കെ പഠിച്ചതാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വേണ്ടത്ത രീതിയിൽ അത് ആ ഒരു സമയത്ത് എഴുതി ഫലിപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കാത്തത് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ മതി, ഇനി വിചാരിച്ചാൽ ഇനി ആ ഒരു ശരിയായ രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോയി തീർച്ചയായും നിങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ എന്റെ മക്കള് ഇന്ന് മുതല് എന്ത് ചെയ്യുക, ഞാൻ ഈ പറയുന്ന രീതിയിൽ പോയിന്റ്സ് മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ ഏത് സബ്ജക്ട്സ് ആണോ നമ്മൾ എടുക്കുന്നത് അതിലെല്ലാം നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കണമെന്ന് മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിനു മുമ്പ് ഞാനൊരു ഉദാഹരണം പറയാം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തോമസ് ആൽവ എഡിസനെ കുറിച്ച് അല്ലെ. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ് അല്ലെ. ബൾബ് കണ്ടുപിടിച്ചതാരാ? തോമസ് ആൽവ എഡിസൺ അല്ലെ. അപ്പൊ നമ്മൾക്ക് എല്ലാം അറിയുന്ന കാര്യമാണത്. അപ്പൊ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് ഒരു അനുഭവം ഉണ്ടായി. അതായത് അദ്ദേഹത്തിന് സ്കൂളിൽ നിന്ന് ഒരു കത്ത് കൊടുത്തു വിടുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് അമ്മ അത് വായിച്ചിട്ട് മടക്കി വെച്ചു. അപ്പോ അദ്ദേഹം ചോദിക്കുകയാണ്, അദ്ദേഹം ചോദിച്ചു ഇതിലെന്താണ് എഴുതിയിരിക്കുന്നത് ചോദിച്ചപ്പോ അമ്മ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി, നിങ്ങളുടെ മകൻ വളരെ പ്രഗത്ഭനാണ്, പഠനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, തീർച്ചയായും അവൻ ഈ സ്കൂളിൽ നിന്നും ലഭിക്കേണ്ട ഇവിടെ നിന്നല്ല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മറ്റൊരു സ്കൂളിലേക്ക് അവനെ മാറ്റണമെന്നാണ് അതിൽ അധ്യാപകൻ ആവശ്യപ്പെട്ടതായിട്ട് അമ്മ മകനോട് പറയുന്നത്. എന്നാൽ അത് വർഷങ്ങൾക്ക് ശേഷം അമ്മ അപ്പൊ മകനെ പഠനത്തിലേക്ക് സഹായിച്ചു. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായി തീരുകയാണ് അല്ലെ. അപ്പൊ ആ ഒരു അവസരത്തില് അമ്മയുടെ മരണത്തിനൊക്കെ ശേഷം ഈ കുട്ടി ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, അമ്മയുടെ ആ ഒരു പെട്ടി എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ പഴയ കത്ത് അദ്ദേഹത്തിന് കാണാനിടയും അദ്ദേഹം അത് തുറന്നു നോക്കി വായിക്കുമ്പോൾ മനസ്സിലാക്കി എന്ത് വസ്തുതയാണെന്ന് അറിയാമോ അല്ലെ? എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു അധ്യാപകൻ എഴുതിയിരിക്കുന്നത്, ഈ കുട്ടി പഠനത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടിയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ സ്കൂളിൽ നിന്ന് മാറ്റണം, ഇവിടെ ഈ കുട്ടിയെ പഠിപ്പിക്കാൻ സാധ്യമല്ലെന്നാണ് എഴുതിയിരുന്നത്. ഒരുപക്ഷെ ആ അമ്മ അത് ആ കുട്ടിയോട് കാണിച്ചിരുന്നെങ്കിൽ കുട്ടി എന്താ ചെയ്തു, കുട്ടിക്ക് പിന്നീട് പഠിക്കാനോ അല്ലെങ്കിൽ പിന്നീട് അവന്റെ കഴിവുകൾ പ്രയോജനപ്പെടുത്തി ഈ ഒരു നിലയിൽ എത്തിച്ചേരാനോ സാധിക്കില്ലായിരുന്നു. അപ്പൊ അവന്റെ അമ്മ എന്ത് ചെയ്തു, അത് അവനോട് അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് അവനെ എന്ത് ചെയ്യാണ് ചെയ്തത്, അവനെ അവിടെ പ്രചോദനം കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ ആ കുട്ടിക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, അവന് അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് അത്തരത്തിലൊരു കത്ത് അധ്യാപകൻ കൊടുത്തുവിടാനിടയായത്. അപ്പൊ അവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എല്ലാ മക്കൾക്കും ഒരേ കഴിവാണ് ദൈവം തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തുന്നത് നിങ്ങൾ ആ ഒരു അവസരത്തിൽ ഉപയോഗപ്പെടുത്തിയതിൽ എന്തോ ഒരു കുറവുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു എക്സാമിനേഷൻ വിചാരിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കായിരുന്നു. അപ്പൊ തീർച്ചയായും മക്കളെ, ഇനിയുള്ള ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തിയാലും നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ ആ മാർക്കിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഈ തോൽവി എന്ന് പറയുന്നത് ഇതൊരു തോൽവിയല്ല, ഫെയിലിയർ എന്ന് പറഞ്ഞതാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് എന്നാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്തോ പഠനത്തെടുക്കേണ്ട ആദ്യത്തെ ചുവടാണ് ഫെയിൽ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. തോൽവി എന്നുള്ളത് ഒന്നുമല്ല. തോൽവി എന്ന് പറയുന്നത് ജയത്തിന്റെ മുന്നോടിയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, നിങ്ങളോട് തോൽക്കുകയല്ല ചെയ്തത്, മറിച്ച് നിങ്ങൾ കുറച്ചും കൂടി ഒരു അടിസ്ഥാനം ഉണ്ടാക്കി നിങ്ങളുടെ പഠനം മികച്ച നിലയിൽ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് 9ൽ എത്തുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 10ൽ എത്തുമ്പോൾ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു അവസരം നിങ്ങൾക്ക് ലഭിച്ചത്. ഇത് വിചാരിച്ച് നിങ്ങൾ തീർച്ചയായും മറ്റുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ കളഞ്ഞ് നന്നായി പഠിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ആ സ്കോറിൽ അല്ലെങ്കിൽ ആ മികച്ച മാർക്കിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇന്ന് മുതൽ പഠനം ആരംഭിക്കാം. എല്ലാ കുട്ടികൾക്കും എന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ അവരെ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കാൻ പോകുന്ന ഒന്നാമത്തെ പാഠഭാഗത്ത് നിന്നാണ് ഏർലി ഹ്യൂമൻ ലൈഫ് അല്ലെങ്കിൽ ആദ്യകാല മനുഷ്യൻ. അത് ആ ഒരു ആദ്യകാല മനുഷ്യനെ കുറിച്ചുള്ള ഒരു പാഠമാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അവിടെ നമ്മൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് അതിൽ നിന്നൊരു ആദ്യകാല മനുഷ്യ ജീവിതം. അപ്പൊ മക്കളെ, ഇപ്പൊ നടന്ന നമ്മളെ ആനുവൽ എക്സാമിനേഷന് ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു. 2 മാർക്ക് ക്വസ്റ്റ്യനിൽ നമ്മൾ ചോദിച്ചത്, എലൂസിഡേറ്റ് ദ പ്രോഗ്രസ് അച്ചീവ്ഡ് ബൈ മാൻ ഡ്യൂറിംഗ് ദി മീസോലിത്തിക് പീരീഡ്.
അപ്പൊ മീസോലിത്തിക് പീരീഡിലെ മനുഷ്യന്റെ പുരോഗതിയെ കുറിച്ചാണ് അവിടെ ചോദിച്ചിരുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം എഴുതണമെങ്കിൽ നമ്മൾ തീർച്ചയായും എന്ത് ചെയ്യണം, ഈ 4 ഏജസ് നമുക്ക് പഠിക്കാനുള്ള ആ 4 ഏജസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. അപ്പൊ പോയിന്റ്സുകൾ മനസ്സിലാക്കി വെച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഓരോ ഏജും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഈ പാഠഭാഗത്തിലുള്ള എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം മക്കളെ പാലിയോലിത്തിക് ഏജിനെ കുറിച്ച് മനസ്സിലാക്കാം. ഇവിടെ പാലിയോലിത്തിക് ഏജിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പാലിയോലിത്തിക് ഏജിലെ മനുഷ്യരുടെ പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. ഏത് രീതിയിലാണ് മനുഷ്യൻ അപ്പോൾ അവിടെ ജീവിച്ചിരുന്നത്. ആദ്യം പാലിയോലിത്തിക് ഏജില് മനുഷ്യൻ എന്ത് ചെയ്തിരുന്നു, അനിമൽസിനെ ഹണ്ട് ചെയ്തിരുന്നു. ദേ ഹണ്ടഡ് അനിമൽസ് കളക്റ്റീവായിട്ട് മനുഷ്യൻ എന്ത് ചെയ്തിരുന്നു, പാലിയോലിത്തിക് ഏജിലെ മനുഷ്യൻ അനിമൽസിനെ ഹണ്ട് ചെയ്തിരുന്നു. അപ്പൊ ഒരു പോയിന്റ്, പാലിയോലിത്തിക് ഏജിലുള്ള മനുഷ്യരെ നമ്മൾ പാലിയോലിത്തിക് ഹ്യൂമൻസ് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ പാലിയോലിത്തിക് ഹ്യൂമൻസ് എന്ത് ചെയ്യുന്നു, ദേ ഹണ്ടഡ് അനിമൽസ്, അവര് മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. ഇനി മനസ്സിലാക്കേണ്ടത് മറ്റൊരു പ്രധാന കാര്യം, ഈ ഹണ്ട് ചെയ്യാൻ പോലെ അനിമൽസിനെ ഹണ്ട് ചെയ്തു. അപ്പൊ ആ ഗ്രൂപ്പിനെ നയിച്ചിരുന്നത് സ്ട്രോങ്ങർ ആയിട്ടുള്ള ആളാണ് ഗ്രൂപ്പിനെ നയിച്ചിരുന്നത്. അപ്പൊ സ്ട്രോങ്ങർ ലെഡ് ദി ഗ്രൂപ്പ്. അപ്പൊ ഹണ്ടേഴ്സിന്റെ ഗ്രൂപ്പില് സ്ട്രോങ്ങർ ആയിട്ടുള്ള ആളാണ് ആ ഗ്രൂപ്പിനെ ലീഡ് ചെയ്തിരുന്നത്. അടുത്തത്, there were no gender difference in hunting. അപ്പൊ ഹണ്ടിങ്ങില് എന്തില്ല, ജെൻഡർ ഡിഫറൻസ് ഇല്ല, ആൺപെൺ വ്യത്യാസങ്ങൾ ഇല്ലായിരുന്നു. അപ്പൊ ആനിമൽസിനെ ഹണ്ട് ചെയ്താണ് അവർ ജീവിച്ചിരുന്നത്. They hunted animals collectively. The stronger led the group and there were no gender difference in hunting. അതൊന്നും പ്രധാനമായിട്ട് നമ്മൾ ഹണ്ടിങ് ആയിട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇനി അവരെന്ത് ചെയ്തു, ഈ ഹണ്ട് ചെയ്തു, അതുപോലെ തന്നെ അവരെന്ത് ചെയ്തു, ഈ ആനിമൽസിന്റെ ഫ്ലഷ് ആണ് ഭക്ഷിച്ചിരുന്നത്. ate flesh of 100 animals. അപ്പൊ ate flesh of 100 animals. ഈ ഹണ്ട് ചെയ്തിരുന്ന അനിമൽസിന്റെ ഫ്ലഷ് ആണ് അവര് ഭക്ഷിച്ചിരുന്നത്. അത് മൂന്നാമത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത് എന്താണ്, ഇനി they collectively engage in recreational activities. അല്ലെ, recreational activities വളരെയധികം എല്ലാവരും ചേർന്ന് പങ്കെടുത്തിരുന്നു. അപ്പൊ recreational activities കളക്റ്റീവ് ആയിട്ട് എൻഗേജ് ചെയ്തിരുന്നു. അടുത്തത്, ഇനി ഹണ്ടിങ് പർപ്പസിന് അവർക്ക് എന്ത് വേണം, വെപ്പൻസ് വേണം, അല്ലെ, ആയുധങ്ങൾ വേണം. അപ്പൊ അവർ എന്ത് ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നത്, അതായത് വെപ്പൻസ് മെയ്ഡ് ഓഫ് സ്റ്റോൺ കൊണ്ടുള്ള വെപ്പൻസ് ആണ് ഉണ്ടാക്കിയിരുന്നത്. അതുപോലെ തന്നെ വെപ്പൻസ് ആയിട്ട് അവർ എന്തും ഉപയോഗിച്ചിരുന്നു, ബോൺസ് ഓഫ് അനിമൽസിന്റെ ബോൺസ് ഉപയോഗിച്ചിരുന്നു. അതുപോലെ ഐവറി, ദെൻ പീസസ് ഓഫ് വുഡ്, ഇതെല്ലാം വെപ്പൻസ് ആയിട്ട് ഏതിനോടൊപ്പം ഉപയോഗിച്ചിരുന്നു, സ്റ്റോണിനോടൊപ്പം തന്നെ ഉപയോഗിച്ചിരുന്നു. അപ്പം എന്ത് വെപ്പൻസ് യൂസ് ചെയ്യുന്നു, സ്റ്റോൺ കൊണ്ടുള്ള വെപ്പൻസ് യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അനിമൽസിന്റെ ബോൺസ്, ഐവറി, പീസസ് ഓഫ് വുഡ് എല്ലാം വെപ്പൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നു, ഓർത്തു വയ്ക്കുക. അടുത്തത്, ഇനി അവരുടെ വസ്ത്രധാരണയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈഡ് ആൻഡ് ബാർക്ക് ആണ് അവര് ക്ലോത്ത്സ് ആയിട്ട് യൂസ് ചെയ്തത്. അപ്പൊ ഹൈഡ് ആൻഡ് ബാർക്ക് ആണ് എന്ത് ചെയ്ത് വസ്ത്രമായിട്ട് ഉപയോഗിച്ചത്. യൂസ്ഡ് ഹൈഡ് ആൻഡ് ബാർക്ക് ആസ് ക്ലോത്ത്സ്. അടുത്തത്, ബോൺസ് ഓഫ് ആനിമൽസ് വെയർ യൂസ്ഡ് ഫോർ സ്വീയിങ്. ആ ഒരു ക്ലോത്ത്സ് ഒക്കെ സ്വീ ചെയ്യാൻ, തുന്നതിന് വേണ്ടിയിട്ട് അനിമൽസിന്റെ ബോൺസ് ആണ് നീഡിൽസ് ആയിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നത്. So bones of animals were used as needles for sewing. അപ്പൊ എന്താണ് സൂചിയായിട്ട് ഉപയോഗിച്ചിരുന്നത്, എന്തായിരുന്നു, അനിമൽസിന്റെ ബോൺസ് ആയിരുന്നു സൂചിയായിട്ട് ഉപയോഗിച്ചിരുന്നതെന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്? ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹണ്ടഡ് അനിമൽസ് കളക്റ്റീവ്ലി. രണ്ട്, സ്ട്രോങ്ങർ ലെഡ് ദ ഗ്രൂപ്പ്. Then there were no gender difference in hunting. അടുത്ത മനസ്സിലാക്കേണ്ടത് they ate flesh of 100 animals. 100 animalsന്റെ ഫ്ലഷ് ആണ് അവര് ഭക്ഷിച്ചിരുന്നത്. മൂന്നാമത് they collectively engaged in recreational activities. recreational activitiesൽ ഒന്നിച്ച് അവര് എൻഗേജ് ചെയ്തിരുന്നു. അടുത്തത് വെപ്പൻസ് യൂസ് ചെയ്തു, അല്ലെ, സ്റ്റോൺസ് ഉപയോഗിച്ചുള്ള വെപ്പൻസ്. അതോടൊപ്പം തന്നെ weapons made up of bones of animals were used as weapons. അല്ലെ, bones of animals, ivory, pieces of wood also were used as weapons. അതായത് സ്റ്റോൺ കൊണ്ടുള്ള വെപ്പൻസ് യൂസ് ചെയ്തു. അതുപോലെ തന്നെ അനിമൽസിന്റെ ബോണും ഐവറിയും പീസ് ഓഫ് വുഡും എല്ലാം വെപ്പൻസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നു. ഇനി ക്ലോത്തിങ് കാര്യം പറയുകയാണെങ്കിൽ ഹൈഡും ബാർക്കുമാണ് they were used as clothes. And bones of animals were used as needles for sewing. sewing purpose needle ആയിട്ട് യൂസ് ചെയ്യുന്നത് അനിമൽസിന്റെ ബോൺസ് ആണെന്ന് കൂടെ ഓർത്തു വെക്കാം. ഇതാണ് നമ്മൾ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയിട്ട് പറയേണ്ടത്. ഇത് എവിടത്തെ ആ പാലിയോലിത്തിക് ഏജിലെ ഹ്യൂമന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇത്രയും. ഇത് ഹ്യൂമൻ ബീയിങ്സ്, അവിടുത്തെ ഹ്യൂമൻ ബീയിങ്സ് എങ്ങനെ ജീവിച്ചിരുന്നു അവരുടെ ഫീച്ചേഴ്സ് ആണ് മനസ്സിലാക്കിയത്. ഇതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു ഏജിലെ കേവ് പെയിന്റിങ്സ്, അല്ലെ, ഗുഹാചിത്രങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതെന്തും കൂടെ നമുക്ക് നോക്കിപ്പോ.
അപ്പൊ എന്താ മനസ്സിലാക്കിയ മക്കളെ, നമ്മൾ പ്രാചീന ശിലായുഗത്തിനെ കുറിച്ച് മനസ്സിലാക്കി. പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരുടെ സവിശേഷതയെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഒന്നാണ്ടാണ്, പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യര് കൂട്ടമായിട്ടാണ് ഇര തേടിയിരുന്നത്. ഇനി അവരിലെ കരുത്തന്മാരായിരുന്നു കൂട്ടത്തെ നയിച്ചിരുന്നത്. രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, ഇര തേടലിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഇനി അവരെന്ത് ഭക്ഷിച്ചിരുന്നു? വേട്ടയാടി പിടിച്ച മൃഗങ്ങളെയും ചത്ത മൃഗങ്ങളുടെയും മാംസമാണ് അവർ ഭക്ഷിച്ചിരുന്നത്. അതുപോലെ വേട്ടയാടാൻ അവർ ശിലായുധങ്ങളാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ കൂട്ടത്തോടെയാണ് ഇര തേടിയിരുന്നത്. അവരിലെ കരുത്തനാണ് അവരെ ആ കൂട്ടത്തെ നയിച്ചത്. ഇര തേടലിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഇനി വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെയും ചത്ത മൃഗങ്ങളുടെയും മാംസം ഭക്ഷിച്ചാണ് അവർ ഭക്ഷിച്ചിരുന്നത്. ഇനി വേട്ടയാടിയത് ആയുധങ്ങൾ പ്രധാനമായും ഉപയോഗിച്ചു. അപ്പൊ വേട്ടയാടാൻ ആയുധങ്ങളാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ഇനി അതിനു പുറമെ മൃഗങ്ങളുടെ എല്ലും ആനക്കൊമ്പും അതുപോലെ തടിക്കഷ്ണങ്ങൾ എന്നിവ അവർ ആയുധമാക്കി ഉപയോഗപ്പെടുത്തി. ഇനി അവർ ധരിച്ച വസ്ത്രങ്ങൾക്കായിട്ട് അവർ ഉപയോഗിച്ചത് മൃഗത്തോലും മരത്തോലുമാണ്. അപ്പൊ മൃഗത്തോലും മരത്തോലുമാണ് വസ്ത്രമായിട്ട് അവർ ഉപയോഗിച്ചത്. ഇനി തോലുകൾ തുന്നാനായിട്ട് സൂചികളായിട്ട് മൃഗങ്ങളുടെ എല്ലുകളാണ് ഉപയോഗിച്ചത്. തോലുകൾ തുന്നാനായിട്ട് സൂചിയായിട്ട് മൃഗങ്ങളുടെ എല്ലുകളുമാണ് അവർ ഉപയോഗപ്പെടുത്തിയത്. അപ്പൊ ഇത്രയാണ് പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരുടെ സവിശേഷതയെ കുറിച്ച് മനസ്സിലാക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രാചീന ശിലായുഗത്തില് നമ്മളെ ഗുഹകളിൽ നിന്നും പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അല്ലെ. പ്രാചീന ശിലായുഗത്തിലെ ആ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് ഗുഹകളിൽ നിന്നും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ഗുഹകളിൽ എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പാലിയോലിക് ഏജിലെ കേവ് പെയിന്റിങ്സ് അല്ലെ, ഗുഹാ ചിത്രങ്ങൾ, കേവ് പെയിന്റിങ്സ് നമുക്ക് കാണാൻ സാധിച്ചു. ഈ കേവ് പെയിന്റിങ്സില് ഡിഫറെന്റ് കളേഴ്സ് വർ യൂസ്ഡ് ഇൻ കേവ് പെയിന്റിങ്സ്. അപ്പൊ കേവ് പെയിന്റിങ്സിന് പല നിറങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഈ നിറങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത്? ഈ നിറങ്ങളെ ഉണ്ടാക്കിയിരുന്നത് ഫ്രം ദ മിക്സ്ചേഴ്സ് ഓഫ് പ്ലാന്റ് എക്സ്ട്രാക്ട് ആൻഡ് ലാറ്ററൈറ്റ്. അത് സസ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന സ്റ്റാറുകളിൽ നിന്നും അതുപോലെ തന്നെ ലാറ്ററൈറ്റ് ചെങ്കൽ പൊടിയിൽ നിന്നൊക്കെ ചേർത്ത കളേഴ്സ് ആണ്. അതൊക്കെ ചേർത്താണ് കളേഴ്സ് നിറങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ നിറങ്ങളാണ് എവിടെ ഉപയോഗിച്ചിരുന്നത്? കേവിൽ അല്ലെങ്കിൽ ഗുഹകളിലെ ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഇനി പല ടൈപ്പ് ഫിഗേഴ്സ്, പിക്ചേഴ്സ് അവിടെ വരയ്ക്കപ്പെട്ടിരുന്നു. ബൈസൺ, ബോർ, ഹോഴ്സ്, ലയൺ, ലെപ്പേർഡ് എല്ലാത്തിന്റെ എല്ലാം ഫിഗേഴ്സ് അല്ലെങ്കിൽ പിക്ചേഴ്സ് നമുക്ക് കേവ്സിൽ അല്ലെങ്കിൽ ഗുഹകളിൽ കാണാൻ സാധിച്ചു അല്ലെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഗുഹകളിൽ മനസ്സിലാക്കിയത്. ഇനി അതുപോലെ തന്നെ അവിടെ വെളിച്ചത്തിന് സൂര്യപ്രകാശം ലഭിക്കാത്ത അവസരത്തില് മൃഗങ്ങളുടെ കൊഴുപ്പ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? പ്രകാശം, അത് നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചം ആ ഗുഹകളിൽ എത്തിച്ചിരുന്നത്. അപ്പം അനിമൽ ഫാറ്റ് വാസ് യൂസ്ഡ് ഫോർ ലൈറ്റിംഗ് ഇൻ കേസ്. അപ്പം ഗുഹകളില് സൂര്യപ്രകാശം ലഭിക്കാത്ത അവസരത്തിൽ ഗുഹകളിൽ മൃഗങ്ങളുടെ കൊഴുപ്പ് ഉപയോഗിച്ച് തീ കത്തിച്ചാണ് എന്ത് ചെയ്തിരുന്നത്? ഗുഹകളിൽ വെട്ടം അല്ലെങ്കിൽ വെളിച്ചം വെളിച്ചത്തിന് വേണ്ടി ഗുഹകളിൽ എന്താ ഉപയോഗിച്ചിരുന്നത്? അനിമലിന്റെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ കൊഴുപ്പാണ്, അനിമൽ ഫാറ്റ് ആണ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന കേവ്സിൽ നിന്ന് എന്തൊക്കെ റെസിഡ്യൂസ് മീൻസ് റിമൈൻസ്, അവശിഷ്ടങ്ങൾ എന്താണ്? കുക്ക്ഡ് ഫുഡിന്റെ, അതുപോലെ ആഷസിന്റെ, ചാരത്തിന്റെ, അതുപോലെ അനിമൽസിന്റെ എല്ലാം ബോണും സ്കള്ളും, അതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്രഷ് വാട്ടർ ഫിഷസ്, ഇതിന്റെയൊക്കെ റിമൈൻസ് എവിടെ നിന്ന് കാണാൻ സാധിച്ചു? ഈ കേവ്സിൽ നിന്ന് കാണാൻ സാധിച്ചു. അപ്പൊ പാലിയോലിത്തിക് ഏജില് ഉള്ള കേവില് ആ ഒരു സമയത്ത് ആ ഒരു ഗുഹകളിലെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഗുഹകളിൽ ധാരാളം പിക്ചേഴ്സ് വരച്ചിരുന്നു അല്ലെ. അപ്പൊ ആ പിക്ചേഴ്സ്, കേവ് പെയിന്റിങ്സ് ധാരാളം ഉണ്ടായിരുന്നു. ആ കേവ് പെയിന്റിങ്സിൽ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്ന കളേഴ്സ് എന്ന് പറഞ്ഞാൽ പല കളേഴ്സ് ഡിഫറെന്റ് കളേഴ്സ് യൂസ് ഇൻ കേവ് പെയിന്റിങ്സ്. രണ്ടാമത് ദ കളേഴ്സ് were made from pictures of plant extract and laterite. ഇനി മനസ്സിലാക്കേണ്ടത് ഫിഗേഴ്സ് ഓഫ് ബൈസൺ, ബോർ, ഹോഴ്സ്, ലയൺ, ലെപ്പേർഡ് ആർ സീൻ ഡിഫറെന്റ് കേവ്സ് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഫീഷ്യന്റ് ആയിട്ടുള്ള സൺലൈറ്റ് ലഭിക്കാത്ത അവസരത്തിൽ അവിടെ എന്താണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്? they used animal fat for lighting in caves. Next one, residue of cooked food, ashes, bones and skulls of animals, fruits, vegetables and freshwater fishes were seen in particular caves. ആ കേവ്സിന് ഈ പറയുന്നതിന്റെ റിമൈനിങ്സ് ഒക്കെ കുക്ക് ഫുഡിന്റെ നമ്മള് പാചകം ചെയ്ത ഭക്ഷണത്തിന്റെ, അതുപോലെ തന്നെ ചാരത്തിന്റെ, അല്ലെങ്കിൽ ബോൺസ് ആൻഡ് സ്കൾസ്, അനിമൽസിന്റെ ബോൺസ് ആൻഡ് സ്കൾസും, അത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫ്രഷ് വാട്ടർ ഫിഷസിന്റെ ഒക്കെ റിമൈൻസ് നമുക്ക് എവിടെ നിന്ന് കാണാൻ സാധിച്ചു? ഈ പറയുന്ന കേവ്സിൽ കാണാൻ സാധിച്ചു. അപ്പൊ മനസ്സിലാക്കേണ്ട മക്കളെ എന്തൊക്കെ പോയിന്റ്സ് ആണ്? പാലിയോലിത്തിക് ഏജിലെ ഫീച്ചേഴ്സ് നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ മനസ്സിലാക്കിയത് എന്താണ്? കേവ് പെയിന്റിങ്സിന്റെ പ്രത്യേകതകളാണ് മനസ്സിലാക്കിയത്. അപ്പൊ ഇവിടെ പ്രാചീന മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് എന്തെല്ലാം വിവരങ്ങൾ ഈ കേവില്
അതായത് ഈ പറയുന്ന ഗുഹാചിത്രങ്ങളെ വിവിധ നിറങ്ങൾ ഉപയോഗിച്ചെന്ന് മനസ്സിലാക്കി. ആ നിറങ്ങൾ എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരുന്നത് എന്താണ്, സസ്യങ്ങളുടെ ചാറും ചെങ്കൽ പൊടിയും ചേർത്താണ്. ഇനി ചിത്രത്തിലെ ധാരാളം നമുക്ക് കാണാൻ സാധിക്കുന്നത് കാട്ടുപോത്ത്, പന്നി എന്നിവയ്ക്ക് പുറമെ കുതിര, മാൻ, സിംഹം, പുള്ളിപ്പുലി, കരടി തുടങ്ങിയവയുടെ ചിത്രങ്ങൾ വിവിധ ഗുഹകളിൽ കാണാൻ സാധിക്കും. അതുപോലെ ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കാത്ത ഗുഹകളിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച് തീ കത്തിച്ചാണ് വെളിച്ചം ലഭ്യമാക്കിയിരുന്നത്. ഇനി വേട്ട നടത്തേണ്ട സ്ഥലം, വേട്ടയാടേണ്ട മൃഗം എന്നിവയ്ക്ക് ആസൂത്രണം ചെയ്യുന്ന തെളിവുകൾ നമുക്ക് എവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു? ഗുഹാചിത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഗുഹാചിത്രങ്ങളിലെ വേൽഭിത്തിയിലും ചിത്രങ്ങളെല്ലാം വരച്ചു വെച്ചിരുന്നു. അങ്ങനെയാണ് പ്രാചീന ശിലായുഗത്തിലെ ആളുകളുടെ ഗുഹാചിത്രങ്ങളുടെ സവിശേഷതയെ കുറിച്ചാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. അപ്പൊ ഇവിടെ ഗുഹാചിത്രങ്ങൾ പ്രാചീന ജീവിതത്തെ കുറിച്ച് എത്രത്തോളം വിവരങ്ങൾ നൽകും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് പ്രാചീന ശിലായുഗത്തില് അല്ലെങ്കിൽ പാലിയോളിത്തിക് ഏജിൽ നമ്മൾ ഫീച്ചേഴ്സ്, ഹ്യൂമൻ ബീങ്സിന്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കി, മനുഷ്യന്റെ സവിശേഷതയെ കുറിച്ച് മനസ്സിലാക്കി. അതിനുശേഷം അവിടുത്തെ ഗുഹാചിത്രങ്ങളെ കുറിച്ച്, കേവ് പെയിന്റിങ്സിന്റെ പ്രത്യേകതയെ കുറിച്ചും അതുപോലെ തന്നെ അത്രയും കേവ് പെയിന്റിങ്സും അതുപോലെ ആ ഗുഹകളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ അവരുടെ ആ ഒരു കാലഘട്ടത്തിലെ മനുഷ്യരുടെ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം നമ്മൾ മനസ്സിലാക്കി. ഇനി മനസ്സിലാക്കേണ്ടത് എന്താണ്, സാങ്കേതിക വിദ്യയിൽ അല്ലെങ്കിൽ ടെക്നോളജിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് ആണ് ഈ പാലിയോളിത്തിക് ഏജിലുള്ള ആളുകളിൽ ഉണ്ടായിരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നോക്കൂ മക്കളെ, പാലിയോളിത്തിക് ഏജിൽ എന്തൊക്കെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എവിഡൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, what are the evidence of which are the evidence of technological development in Paleolithic age? First one is stone statues were made. Statues അല്ലെ, stone statues were made, അതായത് കല്ലുകൊണ്ട് ഉണ്ടാക്കിയ കൊച്ചു പ്രതിമകളാണ് ഈ സ്റ്റാറ്റ്യൂസ് എന്നാണ് ചെറിയ പ്രതിമകൾ. അപ്പൊ സ്റ്റോൺ സ്റ്റാറ്റ്യൂസ് വെയർ മെയ്ഡ് എവിടെയാണ്, അതായത് ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ഹ്യൂമൻ ഫിഗേഴ്സ് വെയർ മോൾഡഡ് ഫ്രം ക്ലേ, അതായത് ഹ്യൂമൻ ഫിഗേഴ്സിനെ ക്ലേയിൽ നിന്നും മോൾഡ് ചെയ്തെടുത്തിരുന്നു. ഹ്യൂമൻ ഫിഗേഴ്സ് വെയർ മോൾഡഡ് ഫ്രം ക്ലേ. അടുത്ത വെസൽസ് വെയർ ബോൺ ഔട്ട് ഓഫ് ബാർക്ക് ഫൈബർ, ബാർക്ക് ഫൈബർ എന്തുണ്ടാക്കിയിരുന്നു, വെസൽസിനെ ഉണ്ടാക്കിയിരുന്നു. അതുപോലെ പിക്ചേഴ്സ് വെയർ ഡ്രോൺ ഓൺ ബോൺസ് ആൻഡ് ഹോൺസ് ഓഫ് ആനിമൽസ് ആൻഡ് ഓൺ കേവ്സ് ആൻഡ് റോക്സ്. കേവ്സിലെ കാര്യങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, പിക്ചേഴ്സ് കേവ്സിൽ വരച്ചിരുന്നു. അപ്പൊ കേവ്സിലും റോക്സിലും പിക്ചേഴ്സ് കാണപ്പെടുന്നതോടൊപ്പം തന്നെ എവിടെയും പിക്ചേഴ്സ് വരയ്ക്കപ്പെട്ടിരുന്നു, ആ അനിമൽസിന്റെ ബോൺസിലും ഹോൺസിലും പിക്ചേഴ്സ് വരയ്ക്കപ്പെട്ടിരുന്നു അല്ലെ, ബോൺസിലും ഹോൺസിലും. അതൊരു മറ്റൊരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് ornaments of ivory, bones, stones and shells were made. അത് ornaments ഉണ്ടാക്കിയിരുന്നു അല്ലെ, ഐവറി കൊണ്ട്, ആനക്കൊമ്പ് കൊണ്ട്, അതുപോലെ ബോൺസ് കൊണ്ട്, സ്റ്റോൺസും അതുപോലെ പല അനിമൽസിന്റെ ഷെല്ല് കൊണ്ടും ഒക്കെ ഓർണമെന്റ്സ് ഉണ്ടാക്കിയിരുന്നു. അതും ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എവിഡൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് ഫ്ലൂട്ട് ലൈക്ക് വിൻഡ് ഇൻസ്ട്രുമെന്റ്സ് അല്ലെ, ഫ്ലൂട്ട് പോലുള്ള വിൻഡ് ഇൻസ്ട്രുമെന്റ്സ് സ്റ്റോൺ എന്താണ് ബോൺസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതോടെ നമ്മൾ മനസ്സിലാക്കണം. ഫ്ലൂട്ട് ലൈക്ക് wind instruments were made of bones. bones കൊണ്ട് ഫ്ലൂട്ട് പോലുള്ള വിൻഡ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ പാലിയോളിത്തിക് ഏജിലെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എവിഡൻസ് ചോദിക്കാൻ ഒന്ന് മനസ്സിലാക്കേണ്ടത് സ്റ്റോൺ സ്റ്റാറ്റ്യൂസ് വെയർ മെയ്ഡ്, അതായത് സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ ചെറിയ പ്രതിമകൾ കാണപ്പെട്ടിരുന്നു അല്ലെ. സ്റ്റോൺ സ്റ്റാറ്റ്യൂസ് വെയർ മെയ്ഡ് ആൻഡ് ഹ്യൂമൻ ഫിഗേഴ്സ് വെയർ മോൾഡഡ് ഫ്രം ക്ലേ, ക്ലേയിൽ ഹ്യൂമൻ ഫിഗേഴ്സിനെ മോൾഡ് ചെയ്തിരുന്നു. ഇനി വെസൽസ് വെയർ ബോൺ ഔട്ട് ഓഫ് ബാർക്ക് ഫൈബർ, ബാർക്ക് ഫൈബറിന് വെസൽസ് ഉണ്ടാക്കിയിരുന്നു. അതുപോലെ പിക്ചേഴ്സ് വെയർ ഡ്രോൺ ഓൺ ബോൺസ് ആൻഡ് ഹോൺസ് ഓഫ് ആനിമൽസ് ആൻഡ് ഓൾസോ ഓൺ കേവ്സ് ആൻഡ് റോക്സ് അല്ലെ. ഇനി മനസ്സിലാക്കേണ്ടത് ഓർണമെന്റ്സ് ഉണ്ടാക്കിയിരുന്നു. ഓർണമെന്റ്സ് ഐവറി, ബോൺസ്, സ്റ്റോൺസ് ആൻഡ് ഷെൽസ് ഇതെല്ലാം യൂസ് ചെയ്ത് അതിനൊക്കെ എന്തുണ്ടാക്കിയിരുന്നു, ഓർണമെന്റ്സ് ഉണ്ടാക്കിയിരുന്നു. അടുത്തത് ഫ്ലൂട്ട് ലൈക്ക് വിൻഡ് ഇൻസ്ട്രുമെന്റ്സ്, ഫ്ലൂട്ട് പോലുള്ള വിൻഡ് ഇൻസ്ട്രുമെന്റ്സും ബോണിൽ നിന്ന് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ഇതാണ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സിന്റെ എവിഡൻസ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്താണ് മക്കൾ നാം പഠിച്ചത്, എന്താണ്, എന്തൊക്കെയാണ് സാങ്കേതിക വിദ്യയിൽ പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരുടെ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങളാണ് കൈവരിച്ചത്. എന്താ, അതിന് നമുക്ക് ധാരാളം തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഒന്നാമതായി കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിക്കപ്പെട്ടു അല്ലെ, കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചു. അടുത്ത കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി, അതായത് എന്താണ്, ഹ്യൂമൻ ഫിഗേഴ്സ് മോൾഡഡ് ഫ്രം ക്ലേ, കളിമണ്ണിൽ നിന്ന് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ എന്താണ്, മരനാര് കൊണ്ട് പാത്രങ്ങൾ നെയ്തുണ്ടാക്കി, മരനാരുകൾ കൊണ്ട്, ബാർക്ക് ഫൈബർ കൊണ്ട് പാത്രങ്ങൾ നെയ്തുണ്ടാക്കി. അടുത്തത് മൃഗങ്ങളുടെ എല്ലുകളിലും കൊമ്പുകളിലും ഗുഹകളിലും പാറകളിലും ചിത്രങ്ങൾ വരച്ചു. മൃഗങ്ങളുടെ എല്ലുകളിലും കൊമ്പുകളിലും ഗുഹകളിലും പാറകളിലും എന്ത് ചെയ്തു, ചിത്രങ്ങൾ വരച്ചു. ഇനി അതുപോലെ ആനക്കൊമ്പ്, എല്ല്, കല്ല്, ചിപ്പി എന്നിവ കൊണ്ടെല്ലാം ആഭരണങ്ങൾ നിർമ്മിച്ചു. അടുത്തത് എന്താണ്, എല്ലുകൊണ്ട് സുഷിരവാദ്യങ്ങൾ
എന്താണ് നിർമ്മിക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയുമാണ് സാങ്കേതികമായിട്ടുള്ള വിദ്യ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ എങ്ങനെയാണ് പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ വികസിപ്പിച്ചതെന്ന്. പക്ഷെ ആ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയിൽ പ്രാചീന മനുഷ്യർ എത്രത്തോളം മുന്നേറ്റങ്ങൾ കൈവരിച്ചു എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ എവിഡൻസ് ഓഫ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് പാലിയോളിത്തിക് ഏജ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ മനസ്സിലാക്കിയത് എന്താണ്? പാലിയോളിത്തിക് ഏജിലെ പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരുടെ സവിശേഷതയെ കുറിച്ച് മനസ്സിലാക്കി. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ അവിടുത്തെ ആ ഗുഹാചിത്രങ്ങൾ കേവ് പെയിന്റിങ്സിന്റെ സവിശേഷത മനസ്സിലാക്കി. ആ കേവില് അല്ലെങ്കിൽ ഗുഹകളിൽ അവർ എത്തരത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കി? ടെക്നോളജിക്കലി അവർ എങ്ങനെ ഡെവലപ്മെന്റ്, അവർക്ക് എന്തൊക്കെ ഡെവലപ്മെന്റ് ടെക്നോളജിയിൽ അവർക്ക് ഉണ്ടായത്, അതിന്റെ എവിഡൻസസ് നമ്മൾ മനസ്സിലാക്കി. സെറ്റായ മക്കളെ? ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ പാലിയോളിത്തിക് ഏജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയും കൊണ്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ ഒരു പോയിന്റിൽ നിന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പൊ ഇത് പഠിക്കാൻ യാതൊരു പാടുമില്ല. ഇത് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു ഏജ് കൂടെ നോക്കാം. അതാണ് മീസോളിത്തിക് ഏജ്. അതിനു വേണ്ടി മക്കൾക്ക് ഒരു കാര്യം ചോദിക്കണം. നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് പാലിയോളിത്തിക് ഏജ്. ഈ പാലിയോളിത്തിക് ഏജിനെ ഹണ്ടേഴ്സ് ഏജ് എന്ന പേരെടുത്ത് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് മനസ്സിലായത് മക്കൾക്ക്? അതെ, അതാണ് ഹണ്ടേഴ്സ് ആണ് അല്ലെ കൂടുതലും ഉണ്ടായിരുന്നത്. അവര് കളക്റ്റീവ് ആയിട്ട് ഹണ്ട് ചെയ്തിരുന്നു. അവർ ഹണ്ട് ചെയ്താണ് ജീവിച്ചിരുന്നത് അല്ലെ, വേട്ടയാടി ജീവിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ഏജിനെ, പാലിയോളിത്തിക് ഏജിനെ എന്താന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഹണ്ടേഴ്സ് ഏജ് എന്ന് അല്ലെ, വേട്ടയാടൽ യുഗം എന്ന് വിശേഷിപ്പിക്കുന്ന പ്രധാന കാരണം ഇതാണെന്ന് മനസ്സിലാക്കി പോവാ. മനസ്സിലായോ? സെറ്റായോ? നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട്, അടുത്തൊരു ഏജിലോട്ട് പോവുകയാണ്. അതാണ് മീസോളിത്തിക് ഏജ്. അതാണ് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നത്. അത് വളരെ എളുപ്പമാണ്, നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് അത് പഠിക്കാം. അപ്പൊ മക്കളെ, പാലിയോളിത്തിക് ഏജ് പഠിക്കാൻ സമയത്ത് നമ്മൾ പ്രധാനമായും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയി. അപ്പൊ നിങ്ങൾ അത് തീർച്ചയായും ഓർത്തിരിക്കണം. അതെന്താണ്? ഇന്ത്യയിലെ പാലിയോളിത്തിക് സൈറ്റ്സ് അല്ലെങ്കിൽ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അത് പ്രധാനമാണ്. അത് നമുക്ക് പ്രധാനപ്പെട്ട മധ്യപ്രദേശിലെ ബിംബഡ്കയാണ്. അപ്പൊ ബിംബഡ്കയാണ്, മധ്യപ്രദേശിലെ ബിംബഡ്കയാണ് എന്ത് പാലിയോളിത്തിക് സൈറ്റ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് പാലിയോളിത്തിക് സൈറ്റ് ഇന്ത്യ ഏതാണ്? മധ്യപ്രദേശിലെ ബിംബഡ്കയാണ്. അപ്പൊ ബിംബഡ്കയാണ് ഇമ്പോർട്ടന്റ് പാലിയോളിത്തിക് സൈറ്റ് ഇന്ത്യ. ഏതാണ്? ബിംബഡ്ക ഇൻ മധ്യപ്രദേശ്. അത് നമ്മൾ ഓർത്ത് വെക്കണം. അതോടൊപ്പം തന്നെ കുറച്ച് എക്സാമ്പിൾസ് മറ്റൊരു സ്ഥലങ്ങളിൽ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട ഫാക്ട് ആണ് ഈ ബിംബഡ്ക ഇൻ മധ്യപ്രദേശ് എന്ന് പറയുന്നത്. റോക്ക് ഷെൽട്ടേഴ്സ് ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഫീച്ചർ. ആ ഒരു സ്ഥലത്ത് റോക്ക് ഷെൽട്ടേഴ്സ് ധാരാളമായിട്ട് കാണും. റോക്ക് ഷെൽട്ടർ വാസ് എ സാലന്റ് ഫീച്ചർ ഓഫ് ദിസ് സൈറ്റ്. അപ്പൊ ഒന്ന് മനസ്സിലാക്കാം, മധ്യപ്രദേശിലെ ബിംബഡ്കയാണ് ഇന്ത്യയിലെ ഒരു പാലിയോളിത്തിക് സൈറ്റ്, ഒരു ഇമ്പോർട്ടന്റ് പാലിയോളിത്തിക് സൈറ്റ്. ആ റിമാർക്കബിൾ പാലിയോളിത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ റോക്ക് ഷെൽട്ടർ ഉണ്ട്. റോക്ക് ഷെൽട്ടർ ഇസ് എ സാലന്റ് ഫീച്ചർ ഓഫ് ദിസ് സൈറ്റ്. ഓക്കെ, അവിടെ എന്താണ്? വാസസ്ഥലങ്ങൾ, കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ. റോക്ക് ഷെൽട്ടർ ആണ് എവിടെ കാണപ്പെടുന്നത്? മധ്യപ്രദേശിലെ ബിംബഡ്കയിൽ കാണപ്പെടുന്നത്. അതൊരു ഇന്ത്യയിലെ ഒരു പ്രാചീന ശിലായുഗ കേന്ദ്രമാണെന്ന് മനസ്സിലാക്കുക. ഇമ്പോർട്ടന്റ് റിമാർക്കബിൾ പാലിയോളിത്തിക് സൈറ്റ് ഇന്ത്യ ഏതാണ്? മധ്യപ്രദേശിലെ ബിംബഡ്കയാണ്. അതിന്റെ സാലന്റ് ഫീച്ചർ, ആ ഒരു സ്ഥലത്തിന്റെ സവിശേഷത എന്ന് പറയുന്നതാണ് റോക്ക് ഷെൽട്ടർ ആണ്, അല്ലെങ്കിൽ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങളെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ അത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. ഇനി അതോടൊപ്പം തന്നെ 2-3 സ്ഥലങ്ങൾ കൂടെ നോക്കാം. കുർണൂൽ വേവ്സ്, ആന്ധ്രാപ്രദേശിലെ കുർണൂൽ വേവ്സും അതുപോലെ നാഗാർജുന കൊണ്ട, അതും ആന്ധ്രാപ്രദേശിലാണ്. അതുപോലെ തന്നെ നർമ്മദ വാലി. ഈ മൂന്നും എന്തിന് എക്സാമ്പിൾസ് ആണ്? പാലിയോളിത്തിക് സൈറ്റ്സ് എവിടെയൊക്കെ കാണപ്പെടുന്നു എന്നതിന് എക്സാമ്പിൾസ് ആണ്. പാലിയോളിത്തിക് സൈറ്റ് എവിടെ കാണപ്പെടുന്നു? കുർണൂൽ വേവ്സ് ഇൻ ആന്ധ്രാപ്രദേശ്, നർമ്മദ വാലി ആൻഡ് നാഗാർജുന കൊണ്ട ഇൻ ആന്ധ്രാപ്രദേശ്. ഇവിടെ എല്ലാം നമുക്ക് പാലിയോളിത്തിക് സൈറ്റ്സ് ഇന്ത്യയിൽ കാണാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ പാലിയോളിത്തിക് ഏജ് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. പ്രധാനമായും ഇത് മറന്നു പോകരുത്. ഇത് നമുക്ക് അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പൊ ഇതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഇന്ത്യയിലെ ഒരു റിമാർക്കബിൾ പാലിയോളിത്തിക് സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മധ്യപ്രദേശിലെ ബിംബഡ്ക. ഈ ബിംബഡ്കയിലെ പ്രത്യേകത എന്താണ്? സാലന്റ് ഫീച്ചർ ഇൻ ദ സൈറ്റ് ദിസ് റോക്ക് ഷെൽട്ടർ അല്ലെ, കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങളാണ് ഇതിന്റെ പ്രത്യേകത. ഇനി മറ്റു എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശിലെ കുർണൂൽ വേവ്സ്, പിന്നെ നാഗാർജുന കൊണ്ട, അതുപോലെ നർമ്മദ വാലിയിലെ ഇമ്പോർട്ടന്റ് പാലിയോളിത്തിക് സൈറ്റ്സ് ഇൻ ഇന്ത്യയാണെന്ന് കൂടെ ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ അടുത്ത ഏജിലേക്ക് പോവുകയാണ്. അതാണ് മീസോളിത്തിക് ഏജ്. അപ്പൊ മക്കളെ, നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് മീസോളിത്തിക് ഏജ് അല്ലെ. അപ്പൊ ഇവിടെ മീസോളിത്തിക് ഏജ് അല്ലെങ്കിൽ മധ്യശിലായുഗം എന്നാണ് അറിയപ്പെടുന്നത്. ഈ മീസോളിത്തിക് ഏജില് ആ ഒരു പേര്, അതിന് മീസോളിത്തിക് ഏജ് അല്ലെങ്കിൽ ആ മധ്യശിലായുഗത്തിനെ സൂക്ഷ്മ ശിലായുഗം എന്നും വിളിക്കുന്നു, അല്ലെങ്കിൽ മൈക്രോലിത്തിക് ഏജ് എന്നും വിളിക്കുന്നു. അപ്പൊ മീസോലിത്തിക് ഏജിനെ സൂക്ഷ്മ ശിലായുഗം അല്ലെങ്കിൽ മൈക്രോലിത്തിക് ഏജ് എന്നും വിളിക്കുന്നു. അതിന് കാരണം എന്താണ്?
എന്തുകൊണ്ടാണ് മീസോളിത്തിക് ഏജിനെ അല്ലെങ്കിൽ മധ്യശിലായുഗത്തെ മൈക്രോലിത്തിക് ഏജ് എന്ന് വിളിക്കുന്നത്? പ്രധാനം മനസ്സിലാക്കേണ്ടത് they are used small stone tools with a sharp points അല്ലെ, ഷാർപ്പ് പോയിന്റ്സ് ഉള്ള ചെറിയ സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ ടൂൾസ് ആണ് അതായത് ചെറിയ സ്റ്റോൺ, അതായത് ഷാർപ്പ് പോയിന്റ്സ് ഉള്ള ചെറിയ സ്റ്റോൺ ടൂൾസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അതായത് സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങളാണ് അവർ ഉപയോഗപ്പെടുത്തിയത്. അപ്പൊ മധ്യശിലായുഗത്തിലെ ആളുകൾ എന്താണ് ഉപയോഗപ്പെടുത്തിയത്? സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങളാണ് ഉപയോഗപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഈ പ്രാചീന ശിലായുഗത്തെ തുടർന്നുണ്ടായ മധ്യശിലായുഗത്തെ എന്താണ് സൂക്ഷ്മ ശിലായുഗം എന്ന് വിളിക്കുന്നത്. കാരണം സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങളാണ് അവർ ഉപയോഗപ്പെടുത്തിയിരുന്നത്. അല്ലെങ്കിൽ എന്ത് പറയാം? they used small stone tools with a sharp points. Small stone tools with a sharp points were used in Mesolithic period. So they are known as, though it is also known as microlithic period. അല്ലെ, മൈക്രോലിത്തിക് ഏജ് അല്ലെങ്കിൽ മീസോലിത്തിക് ഏജിനെ മൈക്രോലിത്തിക് ഏജ് എന്ന് വിളിക്കാൻ കാര്യം they used small stone tools with sharp points. അതാണ് മധ്യശിലായുഗത്തെ സൂക്ഷ്മ ശിലായുഗം എന്ന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനി അവിടുത്തെ മനുഷ്യരുടെ സവിശേഷതയെ കുറിച്ച്, സാലിൻ ഫീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ പാലിയോലിത്തിക് ഏജിൽ പഠിച്ചതിന് പോലെയാണോ അല്ലെങ്കിൽ വ്യത്യാസമുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നു. മക്കളെ പഠിക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കി പാലിയോലിത്തിക് പീരീഡ് അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജില് ഹണ്ടഡ് അനിമൽസ് കളക്ട് ചെയ്തെന്ന് പറഞ്ഞു അല്ലെ, ഹണ്ടേഴ്സ് ഏജ് എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത് പറഞ്ഞു അല്ലെ, വേട്ടയാടൽ യുഗമെന്നും അറിയപ്പെട്ടിരുന്നു. അപ്പൊ മീസോലിത്തിക് ഏജ് മധ്യശിലായുഗത്തിൽ എത്തിയപ്പോഴത്തേക്കും എന്താണ് ഈ ഹണ്ടിങ് എന്ന് പറയുന്നത് വേട്ടയാടുന്നത് വളരെയധികം കൂടി. അത് ഹണ്ടിങ് വളരെയധികം കൂടി. ഹണ്ടിങ് ബിക്കേം എക്സ്റ്റെൻസീവ്. ആ മീസോളിത്തിക് പീരീഡ് എത്തിയപ്പോൾ ഹണ്ടിങ് വളരെ എക്സ്റ്റെൻസീവ് ആയി, അല്ലെങ്കിൽ എന്താണ് വേട്ടയാടുന്നത് വ്യാപകമായി. അതിന്റെ ഫലമായിട്ട് ആസ് എ റിസൾട്ട് ദിസ് മെനി ആനിമൽസ് ബിക്കേം എക്സ്റ്റിൻക്ട്. അതായത് പല ജീവികൾക്കും വംശനാശം സംഭവിച്ചു. അപ്പൊ എന്താണ് ഹണ്ടിങ് എക്സ്റ്റെൻസീവ് ആയി, അതായത് വേട്ടയാടി വ്യാപകമായപ്പോൾ പല ജീവികൾക്ക് എന്ത് സംഭവിച്ചു? വംശനാശം സംഭവിച്ചു. ഹണ്ടിങ് ബിക്കേം എക്സ്റ്റെൻസീവ്, സോ അനിമൽസ് ബിക്കേം എക്സ്റ്റിൻക്ട്. അതൊരു എക്സാമ്പിൾ ആണ് മാമോത്ത് എന്ന് പറയുന്ന ഒരു ജീവി. അപ്പൊ ആ മാമോത്ത് എന്ന ജീവി മനുഷ്യൻ വളരെയധികം കൂടുതലായിട്ട് വേട്ടയാടിന്റെ ഭാഗമായിട്ട് അതിന് വംശനാശം സംഭവിച്ചു. ഇനി അതിനുശേഷം മാൻ എന്ത് ചെയ്തു? ഹണ്ടിങ് ഭാഗമായിട്ട് ആനിമൽസ് എക്സ്റ്റെൻഡ് ആയപ്പോ അടുത്ത മാർഗം നോക്കണമല്ലോ. അപ്പൊ ദേ ഡിസ്കവർഡ് ന്യൂ സോഴ്സസ് ഓഫ് ഫുഡ്. അതായത് പുതിയ ഭക്ഷ്യ സ്രോതസ്സുകൾ, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ആവശ്യമായിട്ട് പുതിയ സ്രോതസ്സുകൾ, കുറെ ഉറവിടങ്ങൾ കണ്ടെത്താൻ നോക്കി. പുതിയ സ്രോതസ്സുകൾ അല്ലെങ്കിൽ പുതിയ ഉറവിടങ്ങൾ കണ്ടെത്താൻ നോക്കി, അന്വേഷിച്ചു. അപ്പം എന്നിട്ട് എന്ത് ചെയ്തു? ദേ ഏറ്റ് എഡിബിൾ ഗ്രാസ്, ഭക്ഷ്യയോഗ്യമായ ഗ്രാസ് അല്ലെങ്കിൽ പുല്ലുകൾ ഭക്ഷിക്കാൻ തുടങ്ങി അല്ലെ. ഭക്ഷ്യയോഗ്യമായ പുല്ലുകള് ഭക്ഷിച്ചു. അതുപോലെ ഡോൾഫിൻ, പിന്നെ otter, whales, fishes, etc. So they ate edible grass, dolphin, otter, whale, fishes, etc. ഭക്ഷ്യയോഗ്യമായ പുല്ലുകള്, ഡോൾഫിൻ, നീർനായ, തിമിംഗലം, അതുപോലെ തന്നെ മത്സ്യങ്ങൾ തുടങ്ങിയ ഭക്ഷ്യ അല്ലെങ്കിൽ ആഹാരത്തിന്റെ ആഹാരമാക്കി ഉപയോഗപ്പെടുത്തി. അപ്പൊ ഇത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ ആദ്യം മനസ്സിലാക്കി മീസോളിത്തിക് ഏജ് അല്ലെങ്കിൽ മീസോളിത്തിക് ഏജിനെ അല്ലെങ്കിൽ മധ്യശിലായുഗത്തെ മൈക്രോലിത്തിക് ഏജ് അല്ലെങ്കിൽ എന്താണ് സൂക്ഷ്മ ശിലായുഗം എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? അതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂക്ഷ്മതയുള്ളതും അതുപോലെ സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങളാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ടാണ് സൂക്ഷ്മ ശിലായുഗം എന്ന പേരിൽ അറിയപ്പെട്ടത്. അല്ലെങ്കിൽ എന്താണ് സ്മോൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിന്റ്സ്. ദേ യൂസ് സ്മോൾ സ്റ്റോൺ തന്നെയാണ് ഉപയോഗപ്പെടുത്തിയത്. സ്റ്റോൺ ടൂൾസ് തന്നെ, പക്ഷെ ചെറിയ സ്റ്റോൺ ടൂൾസ് ആണ്, ഷാർപ്പ് പോയിന്റ്സ് ഉള്ളതാണ് ഉപയോഗപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ മൈക്രോലിത്തിക് പീരീഡ് എന്ന് അറിയപ്പെട്ടു. മൈക്രോലിത്തിക് അല്ലെങ്കിൽ എന്താണ് മീസോലിത്തിക് ഏജിനെ മൈക്രോലിത്തിക് ഏജ് എന്നും അറിയപ്പെടുന്നു. ബിക്കോസ് ദേ യൂസ് സ്മോൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിന്റ്സ്. അടുത്തത് മനസ്സിലാക്കേണ്ടത് ഹണ്ടിങ് എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് ആയി, അതായത് ഹണ്ടിങ് വ്യാപകമായി. അതിന്റെ ഫലമായിട്ട് അനിമൽസ് ബിക്കേം എക്സ്റ്റിൻക്ട്. അനിമൽസ് എന്ത് ചെയ്തു? അനിമൽസിന് വംശനാശം സംഭവിച്ചു. അതിന്റെ എക്സാമ്പിൾ ആണ് മാമോത്ത് എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് അനിമൽസ് എക്സ്റ്റെൻഡ് ആയപ്പോൾ മറ്റു മാർഗങ്ങൾ തേടി. അപ്പൊ ദേ ഡിസ്കവർഡ് ന്യൂ സോഴ്സസ് ഓഫ് ഫുഡ്. പുതിയ ആഹാരത്തിന്റെ പല മാർഗങ്ങള് പല മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ എന്താണ് പല സ്രോതസ്സുകൾ അല്ലെങ്കിൽ പല ഉറവിടങ്ങൾ തേടി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എഡിബിൾ ഗ്രാസ് അല്ലെ, എഡിബിൾ ഗ്രാസ്, ഡോൾഫിൻ, otter, whales, fishes, etc. ഭക്ഷ്യയോഗ്യമായ പുല്ലുകള്, ഡോൾഫിൻ, നീറായ, തിമിംഗലം, മത്സ്യങ്ങൾ തുടങ്ങിയ ആഹാരമാക്കി ഉപയോഗപ്പെടുത്തി. ഇത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. പാലിയോലിത്തിക് ഏജ് മീസോലിത്തിക് ഏജിനുള്ള പ്രധാന വ്യത്യാസങ്ങൾ പറയുകയാണെങ്കിൽ ഇത് ഇത്രയുമാണെന്ന് ഓർത്തു വെക്കുക. അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജിനെ തുടർന്ന് ഉണ്ടായ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ മീസോലിത്തിക് ഏജിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കണം.
ഇനി നമുക്ക് അതിന്റെ സവിശേഷത, അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പഠിക്കാം. ഇന്ത്യയിൽ അതിന് ഏതെങ്കിലും സൈറ്റ് ഉണ്ടോ എന്നും കൂടെ മനസ്സിലാക്കി നോക്കാം. നോക്കാം മക്കളെ. അപ്പൊ നമ്മള് മീസോളിത്തിക് ഏജ് അല്ലെങ്കിൽ മീസോളിത്തിക് മൈക്രോളിത്തിക് ഏജിലെ സാലന്റ് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ പ്രധാനം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഒരു മീസോളിത്തിക് ഏജിന്റെ സാലന്റ് ഫീച്ചേഴ്സ് ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് അല്ലെ. ചോദ്യം എലുസിഡേറ്റ് ദ പ്രോഗ്രസ് അച്ചീവ്ഡ് ബൈ മാൻ ഡ്യൂറിംഗ് മീസോളിത്തിക് പീരീഡ്. മീസോളിത്തിക് പീരീഡിലെ മനുഷ്യൻ എന്തൊക്കെ പുരോഗതികളാണ് ഉണ്ടായത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അവിടെ മനസ്സിലാക്കേണ്ടത് ഒന്നെന്താണ്, ബോസ് ആൻഡ് ആരോസ് വെർ യൂസ്ഡ് ഫോർ ഹണ്ടിങ് അല്ലെ. വേട്ടയാടുന്നതിന് അമ്പും വില്ലും ഉപയോഗിച്ചു. ബോസ് ആൻഡ് ആരോസ് വെർ യൂസ്ഡ് ഫോർ ഹണ്ടിങ്, വേട്ടയാടുന്ന അമ്പും വില്ലും ഉപയോഗപ്പെടുത്തി. ഇനി വാസ് ഏബിൾ ടു ഹണ്ട് ആനിമൽസ് ഫ്രം ഫാർ, അതായത് അമ്പും വില്ലും ഉപയോഗപ്പെടുത്തിയാണ് അവർ വേട്ടയാടിയത്. അപ്പൊ എത്ര ദൂരത്തുനിന്നുള്ള മൃഗങ്ങളെയും വേട്ടയാടാൻ അവർക്ക് സാധിച്ചു. അതാണ് ഹണ്ടഡ്, വാസ് ഏബിൾ ടു ഹണ്ട് ആനിമൽസ് ഫ്രം ഫാർ, അതായത് ദൂരെയുള്ള മൃഗങ്ങളെയും വേട്ടയാടാൻ സാധിച്ചു. എന്തുകൊണ്ടാണ്? അമ്പും വില്ലും ഉപയോഗിച്ചാണ് വേട്ടയാടിയത്. അതുകൊണ്ടാണ് അവർക്ക് എത്ര ദൂരത്തുള്ള അനിമൽസിനെയും വേട്ടയാടാൻ അല്ലെങ്കിൽ മൃഗങ്ങളെയും വേട്ടയാടാൻ സാധിച്ചു. അടുത്തത് they began settled life, അതായത് അവര് ഒരിടത്ത് സ്ഥിരമായിട്ട് വസിക്കാൻ ആരംഭിച്ചു. they began to settle life, അല്ലെങ്കിൽ വാസം ആരംഭിച്ചു, സ്ഥിരവാസം ആരംഭിച്ചു. അടുത്ത അപ്പൊ മീസോളിത്തിക് ഏജ് ആയപ്പോഴത്തേക്കും എന്ത് ചെയ്തു? അവിടുത്തെ മനുഷ്യൻ എന്ത് ചെയ്തു? സ്ഥിരവാസം ആരംഭിച്ചു, ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്ത് ജീവിക്കാൻ ആരംഭിച്ചു. അടുത്തത് സെറ്റിൽ ചെയ്ത് ജീവിക്കാൻ ആരംഭിച്ചു അല്ലെ. അപ്പൊ അവര് അല്ലെങ്കിൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി വീട്ടിൽ നമ്മൾ സാധാരണ എന്താ വളർത്തുക? ഡോഗ്സിനെ അല്ലെ, പട്ടികളെ നമ്മൾ സുരക്ഷയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ നമ്മൾ വളർത്തും, പട്ടികളെ വളർത്തും. അതുപോലെ ഇവര് എന്ത് ചെയ്തു? ദേ ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സ്, അവരുടെ സുരക്ഷത്തിന് അവരെന്ത് ചെയ്തു? പട്ടികളെ വീടുകളിൽ വളർത്താൻ തുടങ്ങി. അപ്പൊ ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സ്, നായയെ ഇണക്കി വളർത്താൻ തുടങ്ങി. അടുത്തത് began to exchange food, tools, ornaments, etc. അതോടൊപ്പം തന്നെ എന്ത് ചെയ്തു? ഫുഡും ടൂൾസും ഓർണമെന്റ്സും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഭക്ഷണവും ഉപകരണങ്ങളും ആഭരണങ്ങളൊക്കെ പരസ്പരം കൈമാറാൻ തുടങ്ങി. അപ്പൊ അത് ഏത് സമയത്താണ്, ഏത് ഏജിലാണെന്ന് ചോദിച്ചാൽ മീസോളിത്തിക് പീരീഡ് അല്ലെങ്കിൽ മൈക്രോളിത്തിക് ഏജിലാണെന്ന് ഓർത്തു വെക്കുക. ഇനി ലോഗ്സ് വെർ ടൈഡ് ടുഗദർ ആൻഡ് യൂസ്ഡ് ഫോർ നാവിഗേഷൻ, തടികളെ കൂട്ടമായിട്ട് കെട്ടിയിട്ട്, മരത്തടികൾ കെട്ടിയിട്ട് ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് ജലയാത്രയ്ക്ക് ഉപയോഗിച്ചു, നാവിഗേഷന് ഉപയോഗപ്പെടുത്തി. അപ്പൊ എന്താ മക്കളെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്? മീസോളിത്തിക് ഏജിന്റെ പ്രധാനപ്പെട്ട സാലന്റ് ഫീച്ചേഴ്സ് അല്ലെ. സാലന്റ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മീസോളിത്തിക് അല്ലെങ്കിൽ മൈക്രോളിത്തിക് ഏജിൽ മനസ്സിലാക്കേണ്ടതൊക്കെയാണ്. ഒന്നെന്ന് പറയുന്നത് ഹണ്ടിങ് പർപ്പസിന് അവർ ബോസും ആരസും യൂസ് ചെയ്തത്. ബോസ് ആൻഡ് ആരസ് യൂസ് ഫോർ ഹണ്ടിങ്, അമ്പും വില്ലും ഉപയോഗിച്ച് അവര് എന്ത് ചെയ്തു? അവര് വേട്ടയാടാൻ ആരംഭിച്ചു. അല്ലെങ്കിൽ വേട്ടയാടുന്നതിന് അമ്പും വില്ലും ഉപയോഗിച്ചു. ഒന്നാമത്തെ പോയിന്റ് ആണ്. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് they were able to hunt animals from afar, അല്ലെ, വളരെ ദൂരെ നിന്ന് തന്നെ അനിമൽസിനെ ഹണ്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചു. they were able to hunt animals from afar, ദൂരെ നിന്ന് അനിമൽസിനെ ഹണ്ട് ചെയ്യാൻ സാധിച്ചതാണ് അമ്പും വില്ലും ഉപയോഗപ്പെടുത്തി. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അടുത്ത് they began settled life, അല്ലെ, സ്ഥിരവാസം ആരംഭിച്ചു, ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് വസിക്കാൻ ആരംഭിച്ചു. അടുത്തത് ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സ് എന്ന് പറഞ്ഞു. അതെന്താ? സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് വസിക്കാൻ ആരംഭിച്ചപ്പോ, സ്ഥിരവാസം ആരംഭിച്ചപ്പോ എന്ത് ചെയ്തു? അവര് ഡോഗ്സിനെ ഡൊമസ്റ്റിക്കേറ്റ് അല്ലെങ്കിൽ എന്താണ്, നായയെ ഇണക്കി വളർത്താൻ അല്ലെങ്കിൽ നായയെ ഇണക്കി വളർത്തി തുടങ്ങി. അടുത്തത് they began to exchange food, tools, ornaments, etc. അതായത് അവര് ഭക്ഷണം അതുപോലെ തന്നെ ഉപകരണങ്ങൾ അതുപോലെ തന്നെ ആഭരണം എന്നിവ പരസ്പരം കൈമാറാൻ ആരംഭിച്ചു. ഇനി logs were tied together and used for navigation, മരത്തടികൾ ഒന്നിച്ച് കെട്ടി കൂട്ടിയിട്ട് അതെന്താണ്? ജലയാത്രയ്ക്ക് ഉപയോഗപ്പെടുത്തി, നാവിഗേഷൻ ഉപയോഗപ്പെടുത്തി. ലോഗ്സ് were tied together and used for navigation. ഇത്രയും കാര്യങ്ങളാണ് മീസോളിത്തിക് പീരീഡിലെ മാന്റെ പ്രോഗ്രസിനെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കി അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മീസോളിത്തിക് പീരീഡിന് മധ്യശിലായും മൈക്രോളിത്തിക് പീരീഡിനെ കുറിച്ച് എഴുതിയാൽ തീർച്ചയായും നമുക്ക് ആ മാർക്ക് കിട്ടൂലേ? തീർച്ചയായും നമുക്ക് ആ മാർക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത് ഇത്രയും കാര്യങ്ങളിൽ കൂടെ ഒരു പ്രത്യേകതയും കൂടെ, നമ്മൾ നേരത്തെ പറഞ്ഞ പാലിയോളിത്തിക് സൈറ്റ് പഠിച്ചതുപോലെ തന്നെ ഇന്ത്യ അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് മീസോളിത്തിക് സൈറ്റ് ഉണ്ടെങ്കിൽ മധ്യശിലാ കാലഘട്ടത്തിലെ ജനജീവിതം എവിടെയൊക്കെ നമുക്ക് തന്നെ തെളിവുകൾ ലഭിച്ചു എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ആദ്യം കൂടെ നമ്മൾ നോക്കി പോവാം. അപ്പൊ മക്കളെ, മീസോളിത്തിക് ഏജ് അല്ലെങ്കിൽ എന്താണ് മൈക്രോളിത്തിക് ഏജിന്റെ എവിഡൻസസ് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ലഭിച്ചത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിഡൻസസ് ഫോർ ഹ്യൂമൻ ലൈഫ് ഇൻ മീസോളിത്തിക് ഏജ് ഹാവ് ബീൻ ഡിസ്കവർഡ് ഫ്രം യൂറോപ്പ് ആൻഡ് ഫ്രം വേരിയസ് കൺട്രീസ് ഇൻ യൂറോപ്പ് ആൻഡ് വെസ്റ്റ് ഏഷ്യ. വെസ്റ്റ് ഏഷ്യയിലും യൂറോപ്പിലും ധാരാളം രാജ്യങ്ങളിൽ നമുക്ക് മീസോളിത്തിക് അല്ലെങ്കിൽ മൈക്രോളിത്തിക് ഏജിന്റെ
തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ മീസോളിത്തിക് ഏജ് അല്ലെങ്കിൽ മൈക്രോളിത്തിക് ഏജിലെ ഇന്ത്യയിൽ എവിടെ നിന്നൊക്കെയാണ് എവിഡൻസ് ലഭിച്ചതെന്ന് വെച്ചാൽ രാജസ്ഥാനിലെ ബാഗ്വറിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലെ എന്താണ് ആദംഗഡില്, രാജസ്ഥാനിലെ ബാഗ്വറിലും മധ്യപ്രദേശിലെ ആദംഗഡിൽ നിന്നുമാണ് നമുക്ക് ഇന്ത്യയിൽ മീസോളിത്തിക് ഏജിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും കൂടെ നോക്കി കഴിയുമ്പോൾ നമ്മുടെ മധ്യശിലായുഗം മീസോളിത്തിക് ഏജ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ ഒന്നും കൂടെ നോക്കാം, എവിടെ നിന്നാണ് എവിഡൻസസ് ലഭിച്ചത്? മീസോളിത്തിക് ഏജ് അല്ലെങ്കിൽ മൈക്രോളിത്തിക് ഏജിന്റെ എവിഡൻസസ് വേരിയസ് കൺട്രീസ് ഇൻ യൂറോപ്പ് ആൻഡ് വെസ്റ്റ് ഏഷ്യയിലും യൂറോപ്പിലും അതിന്റെ പടിഞ്ഞാറൻ ഏഷ്യയിലും യൂറോപ്പിലും പടിഞ്ഞാറൻ ഏഷ്യൻ യൂറോപ്പിലും അല്ലെങ്കിൽ എന്താണ് വെസ്റ്റ് ഏഷ്യയിലും യൂറോപ്പിലും ധാരാളം കൺട്രീസിൽ നിന്നും നമുക്ക് ഇതിന്റെ തെളിവുകൾ ലഭിച്ചു, എവിഡൻസസ് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? രാജസ്ഥാനിലെ ബാഗോറും മധ്യപ്രദേശിലെ ആദംഗഡ്. ഈ 2 സ്ഥലങ്ങളിലാണ് നമുക്ക് മീസോളിത്തിക് സൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ ഇത്രയും ക്ലിയർ ആവട്ടെ, സെറ്റ് ആയോ? അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ 2 ഏജ് ആണ് കവർ ചെയ്തത്, പാലിയോളിത്തിക് ഏജും മീസോളിത്തിക് ഏജും. അതിൽ മീസോളിത്തിക് ഏജ് ആണ് എക്സാമിനേഷൻ ചോദിച്ചത്. അപ്പൊ ഇനി എന്റെ മക്കൾക്ക് ഏത് രീതിയിൽ ആൻസർ ആണെന്ന് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപയോഗപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ എക്സാമിനേഷന് ആവശ്യമായിട്ടുള്ള എല്ലാ ഹെൽപ്പും ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത് പഠിച്ചു വെക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ഫ്രണ്ട്സ്, ബൈ ഫ്രം മീ. താങ്ക് യു.